ഇനി ഇത്തരത്തിലുള്ള ഒരു നുഴഞ്ഞു കയറ്റമോ എന്തെങ്കിലും തരത്തിലുള്ള കന്നുകാലി കടത്തിന്റെ പേരിൽ മയക്കുമരുന്ന് നടത്താനോ മറ്റോ ശ്രമിച്ചാൽ അവർക്കെതിരെ കർശനമായ നിലപാടെടുക്കുമെന്ന് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് വ്യക്തമാക്കി. നേരത്തെ അമിത്ഷാ തന്നെ പറഞ്ഞത് ഏതാണ്ട് 40,000 കോടി രൂപ ചെലവിട്ട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നമ്മൾ ഫെൻസിങ് നിർമ്മിക്കുക തന്നെ ചെയ്യുമെന്നാണ്. കാരണം ഇത് തുറസായ സ്ഥലമല്ലല്ലോ, വനമേഖലയുണ്ട്, കുന്നുകളുണ്ട്, മലകളുണ്ട്, പുഴകളുണ്ട്, അരുവികളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കുന്നും തടവും ഒക്കെയായി കിടക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിൽ ഇരുമ്പ് വേലികൾ സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രയാസകരമായ ഒരു ജോലിയാണ്. എന്നിട്ട് അവിടെ ക്യാമറകൾ സ്ഥാപിക്കണം, കുറേ സ്ഥലത്ത് അതിർത്തി സുരക്ഷാ സേനയെ വിന്യസിക്കണം, ഇതൊക്കെ ചെയ്യണം. ഇത് ചെയ്തപ്പോൾ തന്നെ ഇന്ത്യക്കുള്ളിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ. മമതാ ബാനർജി പറയുകയാണ് അങ്ങനെ ഇവിടെ ഫെൻസിംഗ് ഒന്നും കെട്ടാൻ പറ്റില്ല, അത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറയുന്നു. എന്തിന്? ഇങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന ആളുകൾക്ക് റേഷൻ കാർഡും ID കാർഡും ഒക്കെ കൊടുത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ടേഴ്സ് ആക്കി മാറ്റുന്നു. അങ്ങനെ അവർക്ക് അധികാരം നിലനിർത്താം. അതിൻ്റെ പേരിൽ ചില സംഘർഷങ്ങളൊക്കെ നിൽക്കുന്നു. ഇപ്പുറത്തേക്ക് വരുമ്പോൾ അസാമിൽ അവിടെ ഹിമന്ത ബിശ്വ ശർമ്മ ഒറ്റയടിക്ക് ആ മേഖലകളിൽ മുഴുവൻ ഫെൻസിംഗ് നിർമ്മിച്ച് പൂർത്തീകരിച്ചു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസ്റ്റർ സ്ട്രോക്കാണ് ചിക്കൻ നെക്കിൽ നടത്തിയെന്ന് പറയാം. എല്ലായ്പ്പോഴും ചിക്കൻ നെക്കിനെ ഭീഷണിപ്പെടുത്തി നടത്തുന്ന ഈ മുന്നേറ്റത്തെ അല്ലെങ്കിൽ ഭീഷണിയെ ബംഗ്ലാദേശിന് അതേ നാണയത്തിൽ നമ്മൾ മറുപടി കൊടുക്കുന്നു. ഇപ്പൊ ത്രിപുരയിലേക്ക് ചെന്നപ്പോൾ ത്രിപുരയിലും ഈ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചു. അവിടെയും ഇതുപോലെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. നമ്മൾ അതിനെ മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് പറയുന്നു 12 അടി ഉയരമുള്ള ഈ ഫെൻസിങ് മുറിച്ചു കടക്കാനായിട്ട് അത്ര എളുപ്പമൊന്നും സാധിക്കില്ല. ഒരുപാട് സമയം പ്രയത്നിക്കേണ്ടി വരും. ഇതിന്റെ മുകളിലേക്ക് ചാടി കയറാനും ഒട്ടും എളുപ്പമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.